ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ സദ്യയ്ക്ക് വിളമ്പുന്ന പരിപ്പ് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പയർ ജസ്റ്റ് ഒന്ന് കഴുകിയാണ് എടുത്തിരിക്കുന്നത്. കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇതുപോലെ ഇത്രയും മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് എൻ്റെ പയറിൻ്റെ കളർ ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ ഇത്രയും ആവാൻ പാടില്ല കേട്ടോ. ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാടൊന്നും പൊടിഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുക്കണം. അതല്ലെങ്കിൽ മുറത്തിലിട്ട് തൊലിയൊക്കെ പാറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുത്താലും മതി. പയർ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പയർ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ പയർ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ. ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നല്ലപോലെ അങ്ങ് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായി മാറും. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്